നമസ്തേ. UGC NET Sanskrit Traditional Subjects Code 73 2024 ജൂണിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. മീമാംസയിൽ നിന്നും മീമാംസ ഗ്രന്ഥകാരന്മാരെ തന്നിട്ട് കാലക്രമമനുസരിച്ച് എഴുതാനാണ് ചോദ്യം. മീമാംസാ ഗ്രന്ഥകാരാൻ കാലക്രമേണ യോജയത. പാർത്ഥസാരഥിമിശ്രഃ, പ്രഭാകരമിശ്രഃ, ശബരസ്വാമി, അപ്പയ്യദീക്ഷിതഃ, ശംഭുഭട്ടഃ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ 4 ആണ്. ശബരസ്വാമി, CBADE, ശബരസ്വാമി, പ്രഭാകരമിശ്രഃ, പാർത്ഥസാരഥിമിശ്രഃ, അപ്പയ്യദീക്ഷിതഃ, ശംഭുഭട്ടഃ. എന്തുകൊണ്ടാണ് ഇത് ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളത് മീമാംസ ഗ്രന്ഥങ്ങളെയും ഗ്രന്ഥകാരന്മാരെ പറ്റിയും കുറച്ചൊന്ന് വായിച്ച് മനസ്സിലാക്കാം. പൂർവമീമാംസാ ദർശന ഗ്രന്ഥാഃ. മീമാംസായാ രചനാക്രമഃ ശ്ലോകവാർത്തികടീകായാം കാശികായാമേവ മുക്തമസ്തി യത് ബ്രഹ്മാ പ്രജാപതയേ മീമാംസാം പ്രോവാച സോപീന്ദ്രായ സോപ്യാദിത്യായ സ ച വസിഷ്ഠായ സോപി പരാശരായ പരാശരഃ കൃഷ്ണദ്വൈപായനായ സോപി ജൈമിനയേ ഇതി. മീമാംസാശാസ്ത്രസ്യ സാഹിത്യം അതീവ വിസ്തൃതം ഭവതി. അസ്യ ആദിപ്രവർത്തകഃ ജൈമിനിർഭവതി. നമുക്കറിയാം, മീമാംസാ ശാസ്ത്രത്തിൻ്റെ ആദിപ്രവർത്തകനായിട്ട് ജൈമിനി മഹർഷിയെയാണ് പറയപ്പെടുന്നത്. ജൈമിനേഃ സൂത്രഗ്രന്ഥേ ബാദരായണ, ബാദരി, ഐതിശായന, കാർഷ്ണാജിനി, ലാവുകായന, കാമുകായ, ആത്രേയ ആലേഖനാനാമഷ്ടാചാര്യാണാം നാമ മതഞ്ച ഉല്ലിഖിതമസ്തി. ഏതദ്ഭിന്ന ആപിശലിഃ, ഉപവർഷഃ, ബോധായനഃ, ഭവദാസശ്ച ഇത്യേതേപി പ്രാചീനാः മീമാംസകാः अपि ഭവन्ति. परन्तु एतेषां स्वतन्त्रतया ग्रन्थाः न लभ्यन्ते. ग्रन्थान्तरेषु एतेषां मतानि कुत्रचित् द्रष्टुं शक्यन्ते. जैमिनेः മീമാംസാസൂത്രഗ്രന്ഥേ 12 അധ്യായാः സന്തി. ജൈമിനി മഹർഷിയുടെ മീമാംസാസൂത്രത്തിൽ 12 അധ്യായങ്ങളുണ്ട്. ഏതേഷു അധ്യായേഷു 12 വിഷയാണാമുപരി ആലോചനം വിഹിതം. ഈ 12 അധ്യായങ്ങളിലായി 12 വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നു. അതോസ്യ ഗ്രന്ഥസ്യ അപരം നാമ 12 ലക്ഷണേ ഇത്യപ്യുച്യത്തെ. അതുകൊണ്ട് ജൈമിനി മഹർഷിയുടെ മീമാംസാസൂത്രങ്ങളെ 12 ലക്ഷണി എന്ന പേരിലും വിളിക്കുന്നുണ്ട്. അസ്യ ഗ്രന്ഥസ്യ അനേകാः ടീകാः നാമത എവ ശ്രൂയന്തെ നോപലഭ്യന്തെ. ശബരസ്വാമിനഃ ശാബരഭാഷ്യം ഏവ സർവപ്രാചീനം സർവബൃഹദ്ഭാഷ്യം മീമാംസാസൂത്രഗ്രന്ഥമാധാരീകൃത്യ രചിതം യദിദാനീം ഉപലഭ്യത്തെ. ഇന്ന് ലഭിക്കുന്നതിൽ ശബരസ്വാമിയുടെ ശാബരഭാഷ്യമാണ് ലഭ്യമായിട്ടുള്ള ഏറ്റവും പ്രാചീനവും ബൃഹത്തുമായിട്ടുള്ള ഭാഷ്യം സൂത്രങ്ങൾക്കായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം പറഞ്ഞു, ഈ കാലഘട്ടം നിശ്ചയിക്കുമ്പോൾ ശബരസ്വാമിയാണ് ആദ്യത്തെ ഓപ്ഷനായിട്ട് തിരഞ്ഞെടുത്തത്. ശബരസ്വാമിനോ വാസ്തവനാമ ആദിത്യദേവ ആസീത്. സഹ ജൈനാതങ്കേന ഭിത്യ അരണ്യം ഗത്വാ സ്വീയം നാമ ശബര ഇതി സ്ഥാപിതവാൻ. അസ്യ ശബരഭാഷ്യസ്യ തിസ്രഃ വ്യാഖ്യാ ഭവന്തി. ഈ ശബരഭാഷ്യത്തിന് 3 വ്യാഖ്യാനങ്ങളുണ്ട്. യഥാ കുമാരിലഭട്ടവ്യാഖ്യ, പ്രഭാകരമിശ്രവ്യാഖ്യ, മുരാരിമിശ്രവ്യാഖ്യ. കുമാരിലഭട്ടൻ്റെ വ്യാഖ്യാനം, പ്രഭാകരമിശ്രൻ്റെ വ്യാഖ്യാനം, മുരാരിമിശ്രൻ്റെ വ്യാഖ്യാനം. ഇങ്ങനെ 3 വ്യാഖ്യാനങ്ങളാണ് ശബരഭാഷ്യത്തിന് മുകളിലുള്ളത്. ശബരഭാഷ്യം എന്തിൻ്റെ ഭാഷ്യമാണ്? മീമാംസാസൂത്രങ്ങളുടെ ഭാഷ്യമാണ്. ഏതേഷു മതവൈഭിന്യം ദൃശ്യത്തെ. ഏതാസാം ആധാരേണൈവ പൂർവമീമാംസ 3 ഭാഗേഷു വിഭക്ത ജാത.
ഇങ്ങനെ ഈ 3 വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിൽ മീമാംസാശാസ്ത്രത്തെ 3 വിഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ്. ഭട്ടമതം, പ്രാഭാകരമതം അഥവാ ഗുരുമതം, മിശ്രമതം ചേതി. ഏതേഷു മുഖ്യടീകാകർത്ത തഥാ വാർത്തികകാരഃ കുമാരിലഃ. 6-7 നൂറ്റാണ്ട് മധ്യകാലത്തിൽ ജീവിച്ചിരുന്ന കുമാരില ഭട്ടനാണ് ഇവയുടെ മുഖ്യ ടീകാകർത്താവ്, അതുപോലെ വാർത്തികകർത്താവ്. സഹ വാർത്തികത്രയം രചിതവാൻ. കുമാരില ഭട്ടൻ എഴുതിയ 3 വാർത്തികങ്ങളാണ് ശ്ലോകവാർത്തികഃ, തന്ത്രവാർത്തികഃ, ടുക്ടീക. ഏതേഷു ശ്ലോകവാർത്തികഃ ജൈമിനേ സൂത്രഗ്രന്ഥസ്യ പ്രഥമതർക്കപാദസ്യ രചിതോ ഗ്രന്ഥോ ഭവതി. തന്ത്രവാർത്തിക ഇതി ഗ്രന്ഥഃ മീമാംസാസൂത്രഗ്രന്ഥസ്യ പ്രഥമാധ്യായസ്യ ദ്വിതീയപാദാത് തൃതീയാധ്യായാന്തം യാവത് രചിതോ വാർത്തികഗ്രന്ഥഃ. ചതുർത്ഥാധ്യായാത് ദ്വാദശാധ്യായം യാവത് രചിതോ വാർത്തികഗ്രന്ഥഃ ടുക്ടീക ഇത്യുച്യത്തെ. ഏതദതിരിച്യ ബൃഹട്ടീക, മധ്യടീക ഇതി ടീകാദ്വയമപി അനേന പ്രണീതമിതി ജ്ഞായത്തെ, യദിദാനീം നൈവോപലഭ്യത്തെ. കുമാരിലസ്യ ടീകാരചനായാः കിമപി മഹദുദ്ദേശ്യമാസീത്. കാലാനുരോധേന യഥാ മീമാംസാ നാസ്തികദർശനേഷു ജനൈः സ്വീകൃതാ ആസീത് തദാസ്തികത്വപ്രതിപാദനായ സഹ വ്യാഖ്യാനാനി കൃതവാനിതി സ്വയമേവാംഗീകരോതി. യഥാ പ്രായേണൈവ ഹി മീമാംസാ ലോകേ ലോകായതീകൃതാ താസാമാസ്തികപഥേ കർത്തുമയം യത്നഃ കൃതോ മയാ. ശ്ലോകവാർത്തികേ. കുമാരിലഭട്ടാനന്തരം തസ്യ സംബന്ധി മണ്ഡനമിശ്രः സപ്തമശതകേ അപരः മീമാംസകः വേദാന്തി ച ആസീത്. സഹ ശങ്കരാചാര്യേണ സഹ ശാസ്ത്രാർത്ഥം കൃതവാൻ ഇതി ശ്രൂയത്തെ. അനന്തരം ആചാര്യശങ്കരസ്യ ശിഷ്യത്വം സ്വീകൃത്യ സുരേശ്വരാചാര്യരൂപേണ പ്രസിദ്ധോഭവത്. നമ്മൾ പറഞ്ഞിരുന്നു ശങ്കരാചാര്യരുടെ ഒരു ശിഷ്യനായിരുന്നു സുരേശ്വരാചാര്യർ. അദ്ദേഹം പ്രസിദ്ധനായ മീമാംസകനായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് മണ്ഡനമിശ്രൻ എന്നായിരുന്നു. ഇദ്ദേഹം അനേന മഹാനുഭാവേന ചത്വാരः മീമാംസാഗ്രന്ഥാः രചിതാः. മണ്ഡനമിശ്രൻ 4 പ്രധാനപ്പെട്ട മീമാംസാ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഭാവനാവിവേകഃ, വിധിവിവേകഃ, വിഭ്രമവിവേകഃ, മീമാംസാനുക്രമണി. ഇത് 4 മണ്ഡനമിശ്രൻ്റേത്. അടുത്ത ചോദ്യത്തിൽ അടുത്ത ഓപ്ഷനായിട്ട് നമ്മൾ എഴുതിയത് പ്രഭാകരമിശ്രൻ എന്നുള്ളതായിരുന്നു. അപ്പോൾ അടുത്തതായിട്ടാണ് പ്രഭാകരമിശ്രൻ്റെ കാര്യം പറയുന്നു. കുമാരിലഭട്ടസ്യ ശിഷ്യേഷു സർവജ്ഞാനി പ്രഭാകരമിശ്ര ആസീത്. കുമാരിലഭട്ടൻ്റെ ശിഷ്യനായിരുന്നു പ്രഭാകരമിശ്രൻ. അസ്യ ജ്ഞാനേന സന്തുഷ്ടഃ കുമാരിലഃ തസ്മൈ ഗുരുഃ ഇത്യുപാധിം ദത്തവാൻ. പ്രഭാകരമിശ്രൻ്റെ ജ്ഞാനത്തിൽ സന്തുഷ്ടനായ കുമാരിലഭട്ടൻ അദ്ദേഹത്തിന് ഗുരുഃ എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. ഏഷഃ ശബരഭാഷ്യസ്യോപരി ടീകാദ്വയം രചിതവാൻ. ശബരഭാഷ്യത്തിന് 2 ടീകകൾ എഴുതി പ്രഭാകരമിശ്രൻ. ബൃഹതി, ലഘ്വി ഇത് രണ്ടുമാണ്. ഈശവീയ നവമശതകേ 9-ാം നൂറ്റാണ്ടിലാണ്. 9-ാം നൂറ്റാണ്ടിൽ ശാലികാനാഥമിശ്രः ഇതി പ്രഭാകരസ്യ ശിഷ്യः പ്രഭാകരസ്യ ഗ്രന്ഥോപരി ദീപശിഖാ ഋജുവിമലപഞ്ചിക ഇത്യാഖ്യം ടീകാദ്വയം രചിതവാൻ. പ്രഭാകരമിശ്രൻ്റെ ശിഷ്യനായിട്ടുള്ള ശാലികാനാഥമിശ്രൻ എഴുതിയ ഗ്രന്ഥമാണ്. പ്രഭാകരൻ്റെ തന്നെ ഗ്രന്ഥത്തിന് മുകളിൽ എഴുതിയ ഗ്രന്ഥമാണ് ദീപശിഖ, അതുപോലെ ഋജുവിമലപഞ്ചിക എന്നുള്ള 2 ടീക്കകൾ. കുമാരിലമതസമർത്ഥകേഷു മിഥിലാവാസ്തവ്യഃ പാർത്ഥസാരഥിമിശ്രः. 10-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന പാർത്ഥസാരഥിമിശ്രൻ അടുത്തതായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഓപ്ഷനാണ്. അദ്ദേഹം മീമാംസാസൂത്രാണാമുപരി മീമാംസാസൂത്രങ്ങൾക്ക് അധികരണരൂപേണ വ്യാഖ്യാനം ലിഖിതവാൻ. ആ ഒരു പാർത്ഥസാരഥിമിശ്രൻ എഴുതിയ ഗ്രന്ഥത്തിൻ്റെ പേരാണ് മീമാംസാസൂത്രാണാമുപരി എഴുതിയ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ശാസ്ത്രദീപിക. ഏതദതിരിച്യ
ഇതുകൂടാതെ ന്യായരത്നമാല, തന്ത്രരത്നം ഇത്യാഖ്യം ഗ്രന്ഥദ്വയമപി തേന പ്രണീതം. അപ്പോൾ പാർത്ഥസാരഥിമിശ്രൻ എഴുതിയ ഗ്രന്ഥങ്ങളാണ് ശാസ്ത്രദീപിക, ന്യായരത്നമാല, തന്ത്രരത്നം. ഏകാദശശതകേ മുരാരിമിശ്രः പ്രാദുർഭൂതः. 11ാം നൂറ്റാണ്ടിലാണ് മുരാരിമിശ്രൻ. സഹ മീമാംസാ സൂത്രസ്യോപരി ബൃഹത് ടീകാം രചിതവാൻ. അദ്ദേഹം ബൃഹത് ടീക എഴുതി. അപ്പോൾ ശബരഭാഷ്യത്തിനു മുകളിൽ ടീക എഴുതിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു 3 പേരാണ്. വ്യാഖ്യാനം എഴുതിയത് 3 പേരാണ്. കുമാരിലഭട്ടൻ, പ്രഭാകരമിശ്രൻ, മുരാരിമിശ്രൻ. അതിൽ കുമാരിലഭട്ടൻ എഴുതിയ വാർത്തികങ്ങൾ പറഞ്ഞു. ശ്ലോകവാർത്തികം, തന്ത്രവാർത്തികം, ടുക്ടീക എന്നിങ്ങനെ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു പ്രഭാകരമിശ്രൻ എഴുതിയിട്ടുള്ള ടീകകളാണ്, ശബരഭാഷ്യസ്യോപരി എഴുതിയിട്ടുള്ള ടീകകളാണ് ബൃഹതി, ലഘ്വി. ഇനി 3ാമത് പറയുന്നു മുരാരിമിശ്രൻ. അദ്ദേഹം എഴുതിയത് ബൃഹത് ടീക ആണ്. അതുപോലെ മുരാരിമിശ്രൻ മറ്റൊരു ഗ്രന്ഥമാണ് പ്രാമാണ്യവാദം. മുരാരിമിശ്രൻ ശബരഭാഷ്യത്തിനു മുകളിൽ എഴുതിയ ടീകയാണ് ബൃഹത് ടീക. ഇതിലെ പ്രാമാണ്യവാദത്തെക്കുറിച്ചുള്ള വിചാരം വളരെയധികം മഹത്വപൂർണ്ണമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഭട്ടമത ഗുരുമതാനന്തരം മിശ്രസ്യ തൃതീയം മതം പൃഥക്തയാ സുധിസമാജേ ഉപസ്ഥിതം. അതഃ സമാലോചകാ മുക്തകണ്ഠേന കഥയന്തി മുരാരേസ്തൃതീയഃ പന്ഥാ ഇതി. 17ാം-ശതകേ ദക്ഷിണദേശേ കേചന മീമാംസകാസൻ. തേഷു ഇനി മറ്റു ചില മീമാംസകരുടെ പറയുന്നു. ഖണ്ഡദേവഃ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് മീമാംസാ കൗസ്തുഭം, ഭാട്ടദീപിക, ഭാട്ടരഹസ്യം. ഇതൊക്കെ ഖണ്ഡദേവൻ്റെ ഗ്രന്ഥങ്ങളാണ്. യേശോ ഭാട്ടമത സമർത്ഥക ആസീത്. ഇത് ഭാട്ടമതത്തെ അനുസരിച്ചുള്ള ഗ്രന്ഥങ്ങളാണ്. അസ്യ ഗ്രന്ഥാനാം ഉപര്യനേകാः വ്യാഖ്യാഭവൻ. ദാക്ഷിണാത്യെ അന്യേ മീമാംസകാः തേഷു നാഗഭട്ട, അപ്പയ്യ ദീക്ഷിത തുടങ്ങിയിട്ടുള്ള മറ്റു മീമാംസകരുടെ പേര് പറയുന്നു, ദാക്ഷിണാത്യരായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്തത് എന്താണ്? അപ്പയ്യ ദീക്ഷിതനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പറയുന്നു. നാരായണഭട്ട, നീലകണ്ഠ ദീക്ഷിത, ശങ്കരഭട്ടാः പ്രമുഖാः സന്തി. ഭവനാഥമിശ്രസ്യ അടുത്തതായിട്ട് പറയുന്നു ഭവനാഥമിശ്രൻ്റെ ഗ്രന്ഥമാണ് മീമാംസാ ന്യായവിവേകഃ. രാഘവനന്ദനൻ്റെ ഗ്രന്ഥമാണ് ന്യായാവലി ദീധിതിഃ. വിദ്യാരണ്യൻ എന്ന പേരുള്ള മാധവാചാര്യൻ്റെ ഗ്രന്ഥമാണ് ന്യായമാലാ വിസ്താരഃ. ലൗകാക്ഷി ഭാസ്കരൻ്റെ ഗ്രന്ഥമാണ് അർത്ഥസംഗ്രഹഃ. ഇങ്ങനെയുള്ള അനവധി ഗ്രന്ഥങ്ങളെ കൊണ്ട് വളരെ ബൃഹത്തായ ഒന്നാണ് മീമാംസാശാസ്ത്രം. അപ്പോൾ ഇവിടെ ഓപ്ഷനുകളിൽ അടുത്ത ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് ശംഭുഭട്ട എന്നുള്ളതാണ്. അപ്പോൾ കാലഘട്ടമനുസരിച്ച് ഗ്രന്ഥകാരന്മാരെ എഴുതാൻ പറഞ്ഞു. അവിടെ ഉത്തരമായിട്ട് വന്നത്, ഈ ഒരു ചോദ്യം അനുസരിച്ച് ഉത്തരമായിട്ട് വന്നത് ശബരസ്വാമി, പ്രഭാകരമിശ്രഃ, പാർത്ഥസാരഥിമിശ്രഃ, അപ്പയ്യ ദീക്ഷിതഃ, ശംഭുഭട്ടഃ എന്ന ക്രമത്തിലാണ്. നമസ്തേ.